ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കുറച്ച് പഴവർഗ്ഗങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ലിച്ചി ഫ്രൂട്ടാണ്. പലർക്കുമുള്ളൊരു സംശയമാണ് ലിച്ചിപ്പഴം നമ്മുടെ നാട്ടിൽ കായ്ക്കുമോ എന്ന്. തീർച്ചയായും കായ്ക്കും. ലിച്ചിയുടെ സ്വദേശം ചൈന ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിൽ ലിച്ചിപ്പഴം നന്നായി കായ്ക്കും. അടുത്ത ഐറ്റം പേരയ്ക്കയാണ്. കിൻഡൽ പേരയാണിത്. 2 പേരയ്ക്ക എടുത്താൽ 1 കിലോയോളം കാണും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. ഒരു വീടായാൽ ഒരു പേരയെങ്കിലും വേണം. വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ പേര വളർന്ന് കായ്കൾ കിട്ടും. അടുത്ത ഐറ്റം റംബുട്ടാനാണ്. റംബുട്ടാനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. റംബുട്ടാൻ ചെടികൾ വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തൈകൾ തന്നെ നോക്കി വാങ്ങുക. വിത്ത് മുളപ്പിച്ച തൈയാണെങ്കിൽ 8 വർഷത്തോളം എടുക്കും കായ്ഫലം കിട്ടാൻ. വിത്ത് മുളപ്പിച്ച ചെടിയിൽ നിന്നും കിട്ടുന്ന ഫ്രൂട്ട് 60% പുളിപ്പായിരിക്കും. ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ നിന്നും 2 വർഷമാകുമ്പോൾ തന്നെ നല്ല മധുരമുള്ള കായ്കൾ കിട്ടും. വ്യാവസായിക അടിസ്ഥാനത്തിലും റംബുട്ടാൻ കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഐറ്റം ബേറാപ്പിളാണ്. ഇലന്തപ്പഴം എന്നറിയപ്പെടുന്ന ബേറാപ്പിൾ എല്ലാ സീസണിലും കായ്ഫലം തരുന്ന ഒരു ഫ്രൂട്ടാണ്. ആപ്പിളിനോട് സാമ്യമുണ്ടെങ്കിലും ആപ്പിളിനേക്കാൾ വലിപ്പവും മധുരവും കുറവാണ് ഈ ഫ്രൂട്ടിന്. ബേറാപ്പിൾ ചെടി വളർന്നു വരുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്നും ബ്രാഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അവ കട്ട് ചെയ്ത് മാറ്റണം. കാരണം അത് കാട്ടുചെടിയാണ്. ഇത് ആരോഗ്യത്തോടെ വളർന്നു വന്നാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ശോഷിച്ചു പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ഐറ്റമാണ് മാംഗോസ്റ്റിൻ. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദേശ ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. വളരെ ടേസ്റ്റിയായ ഒരു പഴവർഗ്ഗമാണ് മാംഗോസ്റ്റിൻ. വളരെ പതുക്കെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് മാംഗോസ്റ്റിൻ്റെ ചെടി. 5 വർഷം കഴിയുമ്പോൾ മാംഗോസ്റ്റിൻ ചെടി കായ്ച്ചു തുടങ്ങും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.